കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ചർച്ചയായിക്കൊണ്ടിരുന്ന വിവാദങ്ങൾക്ക് ലാൽ സലാം പറഞ്ഞിരിക്കുകയാണ് പി വി അൻവർ എം എൽ എ. ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച പി വി അൻവർ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നാവടക്കി. പാർട്ടിയും മുഖ്യമന്ത്രിയും തുടർ തീരുമാനം എടുക്കും എന്നാണ് പി വി അൻവറിന്റെ ഇപ്പോഴത്തെ നിലപാട്. അതേസമയം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വെടിക്കെട്ട് തുടരുകയാണ്. ഇതിൽ എന്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ്. ഒരു സഖാവ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങി. ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഒരു സഖാവ് എന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഒരു സഖാവ് എന്ന നിലയ്ക്കുള്ള എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ്. ആരോപണ ബോംബുകളിട്ട് സർക്കാരിനെയും CPIM-നെയും ഞെട്ടിച്ച പി വി അൻവർ MLA ഒടുവിൽ മയപ്പെട്ടു. വിവാദങ്ങളോട് ലാൽ സലാം പ്രഖ്യാപിച്ച് അൻവർ അടങ്ങി. ആഭ്യന്തര വകുപ്പിനെ വട്ടം കറക്കിയ അൻവറിന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കടുത്ത നിലപാടുകളില്ല, ഉറച്ച വാക്കുകളുമില്ല. മാധ്യമങ്ങളോട് കേവല പ്രതികരണം മാത്രം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് എഴുതി കൊടുക്കും, ഈ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരിക്കും എന്ന് തീർത്ത് പറഞ്ഞതായിരുന്നു. അതിനുശേഷമേ ഇനി പത്രക്കാരെ സംസാരമുള്ളൂ എന്ന് ഇന്നലെ വിളിച്ച എല്ലാ പത്രക്കാരോടും പറഞ്ഞതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. 40 മിനിറ്റിൽ താഴെയുള്ള കൂടിക്കാഴ്ചയിൽ ആരോപണങ്ങളിൽ മഞ്ഞുരുക്കി. DGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന് ഇന്നലെ പറഞ്ഞ അൻവറിന് മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ആ നിലപാടല്ല. അജിത് കുമാറിനെ മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ലെന്നും വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് അൻവറിന്റെ പക്ഷം. ഇനി മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കട്ടെ എന്നും തന്റെ ഉത്തരവാദിത്തം അവസാനിച്ചു എന്നുമാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള പ്രതികരണം. ഈ അന്വേഷണത്തിന്റെ മുമ്പായിട്ട് അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റണോ എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ആലോചിക്കട്ടെ. ഉത്തരവാദിത്തപ്പെട്ടവർ അദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ ഒരു അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അത് അവർ ഉത്തരവാദിത്തപ്പെട്ടവർ തീരുമാനിക്കട്ടെ. MR അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. ഒരു സഖാവ് എന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. ADGPയെ സംരക്ഷിക്കുന്നത് P ശശിയാണെന്ന് ഉറച്ച സ്വരത്തിൽ പറഞ്ഞ അൻവർ ഇന്ന് ആ വിഷയത്തിൽ അഭിപ്രായം പറയുന്നില്ല എന്ന നിലപാടിലായി. പള്ളിക്കകത്ത് അമ്പലത്തിനകത്ത് കിണറ് കുത്തി വെച്ചിരിക്കുന്നു വിശ്വസ്തർ. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് P ശശിയാണ് അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റും. അല്ല, അതൊന്നും എനിക്കറിയാം. അതിന്റെ നാളല്ല ഞാൻ. പാർട്ടിയുടെയും 3.5 കോടി ജനങ്ങളുടെയും പിന്തുണയുണ്ടെന്ന് മുഷ്ടി ചുരുട്ടി ഉറപ്പിച്ചു പറഞ്ഞ അൻവറിന് ഇന്ന് സർവശക്തനായ ദൈവത്തിന്റെ മാത്രം പിന്തുണയേ ഉള്ളൂ എന്നാണ് ഭാഷ്യം. എനിക്ക് 3.5 കോടി കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ തന്നെയുണ്ട്. 3.5 കോടി അല്ല, ഞാൻ പറഞ്ഞല്ലോ, 3.5 കോടി ജനത്തിൽ പാർട്ടിയും പെട്ടില്ലേ. എന്റെ നെഞ്ചിൽ കൈവച്ച് എന്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം, എന്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്. തൊപ്പി തെറിക്കുമെന്ന് ഉറപ്പിച്ചിടത്തു നിന്ന് മണിക്കൂറുകളുടെ ഇടവേളയിൽ വിശ്വസ്തനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ മാറി. MR അജിത് കുമാറിനെ സ്ഥാനത്തു നിന്ന് മാറ്റിവേണം അന്വേഷണമെന്ന വാദവും തള്ളി. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണത്തിൽ CBI അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അജിത് കുമാറിനെ സ്ഥാനത്തു നിന്ന് മാറ്റിയാൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും മാറ്റേണ്ടി വരും. ഇതിനാലാണ് അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകാത്തത് എന്നാണ് സൂചന. അതേസമയം തൃശൂർ പൂരം പോലീസ് കലക്കിയെന്ന പി വി അൻവറിന്റെ ആരോപണം ഏറ്റെടുത്ത് LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ രംഗത്തെത്തി. പൂരം കലക്കിയതാര് എന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. പൂരത്തിന്റെ ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന BJP സ്ഥാനാർത്ഥി നാടകീയമായ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും. അന്നത്തെ LDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്കെതിരെയും അല്ലെങ്കിൽ LDFനെതിരെയും ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അന്നത്തെ BJPയും അവിടുത്തെ RSS ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ. ഒരു പോലീസിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തുവിടണം. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. പൂരം നിർത്തിവെച്ചതിന് പിന്നാലെയുള്ള BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ അപ്രതീക്ഷിത വരവും വത്സൻ തില്ലങ്കേരി അടക്കമുള്ള RSS നേതാക്കൾ നേരത്തെ ക്യാമ്പ് ചെയ്തതും ഗൂഢാലോചന വെളിവാക്കുന്നുവെന്ന് സുനിൽകുമാർ ആഞ്ഞടിക്കുമ്പോൾ ഇക്കുറി നവപൂരം എന്ന് പ്രഖ്യാപിച്ച് തൃശൂർ പൂരം നടത്തിപ്പിന് കാലേകൂട്ടി ഒരുക്കങ്ങൾ തുടങ്ങിയ BJP ആകട്ടെ പൂരം കലക്കിയതിൽ മൗനം തുടരുകയുമാണ്. ന്യൂസ് ഡെസ്ക്.
24.